ഈ ലോകാവസാന ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും എല്ലാം അന്ന് ഇല്ലാതെയായിട്ട് തീരും. ലോകം അവസാനിച്ച പിന്നെ കാലമുണ്ടോ? ഇല്ലല്ലോ. ദൈവം ഉൽപ്പത്തി പുസ്തകത്തില് ദൈവം ഇതിനെ സൃഷ്ടിച്ചിട്ടും അവനെന്താണ് സൂര്യനെ സൃഷ്ടിച്ചു. മനുഷ്യർക്ക് എന്താണ് വെളിച്ചത്തിനായിട്ട് ആകാശവിധാനത്തിൽ നിർത്തി. കാലങ്ങളെയും സമയങ്ങളെയും തിരിച്ചറിയുവാൻ സൂര്യനെ സൃഷ്ടിച്ചു നൽകിയപ്പോൾ ആ സൂര്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് കാലമില്ലായിരുന്നു. അന്നും പിതാവും പുത്രനും ഉണ്ടായിരുന്നു. അത് അനാദികാലം. പ്രിയപ്പെട്ട അതിന് അതും എന്താണ് പുറമോട്ട് പോയാൽ അവസാനമില്ല. അതാ കർത്താവ് പറഞ്ഞാൽ ആദ്യം അന്ത്യനുമാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? നാളെ ലോകാവസാനത്തിന് ശേഷവും കാലമില്ല, അതിനുശേഷം നിത്യതയാണ്. പ്രിയപ്പെട്ടവരെ, ആ നിത്യമായിരിക്കുന്ന നരകാഗ്നിയിലേക്ക് നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞ് നമ്മളെ കൊണ്ടുവരാൻ ആർക്കും കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ധൂപക്കുറ്റി വിഷയം ഒന്നും നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. പ്രിയപ്പെട്ടെ, 40 ദിവസം നമുക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചാൽ നമ്മൾ പോകത്തില്ല. എന്റെ പ്രിയപ്പെട്ട, ഞാൻ ഹിന്ദുവായിരുന്നപ്പോൾ ഞങ്ങൾക്കില്ലാത്ത കാര്യങ്ങളില്ലായിരുന്നു. മരിക്കുമ്പോൾ ഒരു പൂജ, പിന്നെന്താണ് മരിച്ചതിന് ശേഷം സഞ്ചയനത്തിന് ശേഷം പിന്നെ 16 അടിയന്തരം 40 അടിയന്തരം. അതിനുശേഷം എന്താണ് എല്ലാ വർഷവും എന്താണ് കർക്കിടകത്തിന് ബാബുബലി. പ്രിയപ്പെട്ട, എന്താണ് എല്ലാം ഇരുട്ടിൽ കുത്തുകയാണ്. എല്ലാം എന്താണ് വെള്ളത്തിൽ വെറുതെ വരയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രയോജനമില്ല. ആകിയാൽ എന്നെ കേൾക്കുന്ന മരണമുള്ള ആർക്കെങ്കിലും ഈ സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിനെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉന്നത ഭാവങ്ങളെ താഴ്ത്തി നീ ഒരു പുഴുവാണ്, നാളെ മരിച്ചു പോകുന്നതാണ്, നിന്റെ ശരീരം ദ്രവിച്ചു പോകുന്നതാണ്. അതിനപ്പുറം ദ്രവത്വമില്ലാത്ത ശരീരമുള്ള ക്രിസ്തുവിനോട് കൂടെ ദ്രവത്വമില്ലാത്ത നിത്യമാസത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും യേശു ക്രിസ്തുവിന്റെ കഷ്ടം സഹിപ്പാൻ, യേശു ക്രിസ്തുവിന്റെ നിന്ദ സഹിപ്പാൻ, യേശു ക്രിസ്തുവിന്റെ അപമാനം സഹിപ്പാനായിട്ട് ഞാൻ ക്ഷണിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുകയാണ്.